Welcome to the Bosco Campus Vision YouTube channel of Kuttiyam Don Bosco College. I am Grishma TJ, faculty member of PG Department of Commerce. Today, I am here with the paper Income Tax Assessment 2, which is a co-paper for semester 4 BCom Tax Procedure and Practices students under Kerala University. This is the first lecture of the series. In this lecture, we are discussing about syllabus of Income Tax Assessment 2. In the first module, assessment of companies. Its meaning, types of companies, closely held company, widely held company, domestic company, foreign company, company in which public are substantially interested, residential status of companies, provisions of minimum alternative tax, book profit, computation of total income and tax liability of company, tax on distributed profits of domestic companies. ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് കമ്പനിയുടെ അസസ്മെൻ്റ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്. ഇൻ മൊഡ്യൂൾ 2, അസസ്മെൻറ്റ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇറ്റ്സ് മീനിങ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, അർബൻ കൺസ്യൂമേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, income of cooperative societies, deductions permissible to cooperative societies, deduction under section 80p, rate of tax, computation of total income and tax liability. സെക്കൻഡ് മോഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അസസ്മെൻ്റ് ആണ്. ഇൻ മൊഡ്യൂൾ 3, അസസ്മെൻറ്റ് ഓഫ് ചാരിറ്റബിൾ ആൻഡ് അതർ ട്രസ്റ്റ്. മീനിങ് ഓഫ് ട്രസ്റ്റ്, ചാരിറ്റബിൾ പർപ്പസ്, എക്സംഷൻസ്, കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി. ചാരിറ്റബിളിൻ്റെയും അതർ ട്രസ്റ്റിൻ്റെയൊക്കെ അസസ്മെൻ്റ് ആണ് മൊഡ്യൂൾ 3യിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ എക്സംഷൻസും കമ്പ്യൂട്ടേഷനും ആണ് മൊഡ്യൂൾ 3 പറയുന്നത്. ഇൻ മൊഡ്യൂൾ 4, ഡബിൾ ടാക്സേഷൻ റിലീഫ്. മീനിങ് ഓഫ് ഡബിൾ ടാക്സേഷൻ റിലീഫ്, ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് ആൻഡ് യൂണിലാറ്ററൽ റിലീഫ്, കമ്പ്യൂട്ടേഷൻ ഓഫ് ഡബിൾ ടാക്സേഷൻ റിലീഫ്. മൊഡ്യൂൾ 4ൽ നമുക്ക് പഠിക്കാനുള്ളത് ഡബിൾ ടാക്സേഷൻ റിലീഫിനെ കുറിച്ചാണ്. അതിൻ്റെ കമ്പ്യൂട്ടേഷനും നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. ദെൻ ദ ലാസ്റ്റ് ആൻഡ് ഫിഫ്ത്ത് മൊഡ്യൂൾ, മൊഡ്യൂൾ 5, ഇലക്ട്രോണിക് മീഡിയ ഇൻ ഇൻകം ടാക്സ്. റോൾ ഓഫ് ഇലക്ട്രോണിക് മീഡിയ ഇൻ ഇൻകം ടാക്സ്, ഇ ഫയലിംഗ് ഓഫ് റിട്ടേൺ, സ്റ്റെപ്സ് ഫോർ ഇ ഫയലിംഗ് ഓഫ് റിട്ടേൺ, കമ്പൽസറി ഇ ഫയലിംഗ് ഓഫ് റിട്ടേൺ, അഡ്വാൻറ്റേജസ് ഓഫ് ഇ ഫയലിംഗ് ഓഫ് റിട്ടേൺ, facilities provided by the department for e-filing of return, e-payment of tax, online refund of tax, computation of total income and tax liability with the help of software, general anti-avoidance rule, applicability of GAR, impermissible avoidance agreement, procedure for GAR. ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 5ൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രോണിക് മീഡിയ ഇൻ ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് അസസ്മെൻറ്റ് 2ൽ 5 മൊഡ്യൂളിലായിട്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്കതൊക്കെ ഓരോ മൊഡ്യൂളായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, ദിസ് ഇസ് ഓൾ ഫോർ ടുഡേയ്സ് സെഷൻ. ഡു ഹോംവർക്ക് ആൻഡ് സെൻഡ് മീ ബാക്ക് ത്രൂ വാട്സാപ്പ്. താങ്ക് യു ഫോർ ലിസണിങ്.